ആരാണാവോ? ആരാ? അസീസ് ഖാന്റെ വീടല്ലേ? അതെ. ഞാൻ അസീസ് ഖാന്റെ അടുത്തുനിന്നാ. ഓ, പറഞ്ഞിരുന്നു. അകത്തേക്കിരിക്കാം. ഇരിക്കും. അസീസ്ക്ക് എപ്പോഴും പറയും ഈ വീടിനെ കുറിച്ചും ഈ നാടിനെ കുറിച്ചൊക്കെ. ഈ വീട് കാണാൻ കൊതിയായിരുന്നു. മക്കളൊക്കെ എവിടെ? പഠിക്കാൻ പോയതാ. കുട്ടിയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളും കത്തും എന്റെ കൈ തന്ന് വിട്ടിട്ടുണ്ട്. അവിടുത്തെ തിരക്ക് കാരണം ഇത്രേ സാധിച്ചുള്ളൂ. ഞാൻ പോയി ചായ എടുക്കാം. ആയിക്കോട്ടെ. സക്കീനാത്താന്ന് പറഞ്ഞപ്പോ ഇത്ര ചെറുപ്പാന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ അസീസ്ക എത്ര ഭാഗ്യവാനാ. ഓ, ഇറങ്ങടാ, ഇല്ലെങ്കിൽ ഞാൻ ഒച്ച വെക്കും. പ്രിയപ്പെട്ട സക്കീന, അള്ളാഹുവിന് 1000 സ്തുതി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. നീ വിചാരിക്കുന്നുണ്ടാവും ഫോണും ഇന്റർനെറ്റുമെല്ലാം ഉള്ള കാലത്ത് ആരെങ്കിലും കത്തെഴുതുമെന്ന്. എഴുത്തുകൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കുമ്പോഴുള്ള സുഖവും സന്തോഷവും മറ്റൊന്നിനും കിട്ടില്ല. എന്റെ കരളിന്റെ കരളായ നിന്നെയും മക്കളെയും പറിച്ചെറിഞ്ഞാണ് ഞാനിന്ന് ഗൾഫിലേക്ക് പോന്നത്. തുടർന്നുള്ള കുറേ ദിവസങ്ങൾ കൽബിനുള്ളിൽ നീറ്റലായിരുന്നു. ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരാതെ കണ്ണീരിൽ കുതിർന്നിരുന്നു എന്റെ തലയിണകൾ. പരസ്പരം വേർപിരിയുന്ന, മരിക്കാതെ മരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ വേദനകൾ ഈശലുകളാക്കിയ എസ്.എ. ജമീലിനോളം ഭാവനകളോ പദസമ്പത്തോ എനിക്കില്ലാതെ പോയി. ദൈവകൃപ കൊണ്ടോ നിന്റെയും മക്കളുടെയും നമ്മുടെ കുടുംബത്തിന്റെയും പ്രാർത്ഥന കൊണ്ടോ എന്തുകൊണ്ടെന്നറിയില്ല, മോശമല്ലാത്ത ശമ്പളമുള്ള ജോലി എന്നെ കാത്തിരുന്നു. അങ്ങനെ നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് സമ്പാദിക്കാൻ എനിക്കായി. എന്റെ പ്രിയ സുഹൃത്ത് സക്കീറിനോട് നമ്മുടെ കുടുംബം കടപ്പെട്ടിരിക്കുന്നു. നമുക്ക് വീടായി, മക്കളെ പറഞ്ഞയക്കാനുള്ള പണമായി. ഇനി ഗൾഫിൽ പോരുന്നതിന്റെ കുറച്ചുനാൾ മുമ്പ് നാം സ്വപ്നം കണ്ട ജീവിതം ജീവിച്ചു തീർക്കണം. നിനക്ക് പറയാനുള്ളത് നീ ഒരു കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു തരണം. കൂടുതലൊന്നും എഴുതുന്നില്ല, നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. ടേപ്പ് ഞാൻ റെക്കോർഡ് ചെയ്യട്ടെ. എന്താടി? ആരാ ബെല്ലടിക്കണേ? കൊറേ നേരായി ബെല്ലടിക്കണ്. ബെല്ലടിക്ക്. ആരാണാവോ ഈ നേരത്ത്? ആരാ അവിടെ? ആരുമ്മ? കാണുന്നില്ല. ആരാണാവോ? ഹായ് ഉപ്പ. പഠിച്ചോനെ, എന്താ ഈ നേരത്ത്? എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അതൊരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കോളിംഗ് ബെൽ അടിച്ച വാതിൽ തുറക്കണ്ടേ? ഇങ്ങനെ ചത്ത് കിടന്നുറങ്ങിയ കള്ളന്മാർ വല്ലതും കയറി അറിയോ? ഇത്ര കാലം കയറിയിട്ടില്ലല്ലോ. വന്ന കോലത്തിൽ നിൽക്കാതെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിക്കോളി. നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കുടിക്കണം. കഴിക്കാൻ വല്ലതും ഉണ്ടോ അടുക്കളയിൽ?
ഇപ്പൊ ഉണ്ടാക്കി തരാം. എന്താ ഉണ്ടാക്കണ്ടേ? കഞ്ഞി മതി, പിന്നെ തേങ്ങാ ചമ്മന്തിയും. കഞ്ഞി കുടിക്കാനാ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്? അല്ല, നിന്റെ പഠിപ്പൊക്കെ എവിടം വരെയായി? എക്സാം ഒക്കെ കഴിഞ്ഞു, റിസൾട്ട് വന്നിട്ടില്ല. വർത്താനൊക്കെ പിന്നെ പറയാ. നീ പോയി എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്. ചെല്ലേ. എന്താടി ഇവിടെ ഇരിക്കടി. ഈ മറന്നു തന്നെ? ഞാൻ മറന്നിട്ടൊന്നുമില്ല. പുതിയ മാലൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞതൊക്കെ കൊടുക്കണോ? എല്ലാത്തിലുണ്ട്. നീ പറഞ്ഞ എല്ലാ സാധനവും ഇതിലുണ്ട് കേട്ടോ. ഈ കഞ്ഞിയുടെയും ചമ്മന്തിയുടെയും സ്വാദ് ഒരു കോണ്ടിനെന്റൽ ഫുഡിനും കിട്ടൂല. വല്ലാതെ തടി കൂടിയിട്ടുണ്ട്. യാതൊരു ശ്രദ്ധയില്ലാതെ വാരി വലിച്ച് തിന്നു കാണും. ചിക്കനും മട്ടനും അല്ലാതെ അവിടെ വേറൊന്നും ഉണ്ടാവില്ലല്ലോ. ആര് പറഞ്ഞു? എത്ര ചിക്കനും മട്ടനും ബിരിയാണിയും കഴിച്ചാലും അതിലപ്പുറം പച്ചക്കറിയും കഴിക്കും അറബികള്, പച്ചയായിട്ട് വേവിക്കാതെ. ഇതുപോലുള്ള എത്ര രാവുകളാണ് എനിക്കും നിനക്കും നഷ്ടപ്പെട്ടത്. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പോഴെങ്കിലും കാണാനൊത്തില്ല. ഇത് തന്നെ ധാരാളം. ആ സൂചി തിരിയുന്ന ഓരോ നിമിഷങ്ങളും എനിക്കിതുവരെ മണിക്കൂറുകളായിരുന്നു. നേരം പുലർന്നാൽ സന്ധ്യയാകാത്തതുപോലെ, രാത്രിയായാൽ പുലരാത്ത പോലെ. എല്ലാം എന്റെ മക്കൾക്ക് വേണ്ടിയാണല്ലോ എന്ന ചിന്ത മാത്രമാണ് അല്പാശ്വാസം നൽകിയത്. എന്തേ പെട്ടെന്നിങ്ങ് പോന്നത്? ലീവ് ചോദിച്ചിട്ട് അറബി തന്നില്ല. ഒടുവിൽ വഴക്കിട്ടാണ് പോരേണ്ടി വന്നത്. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? നിന്നെയും കുട്ടികളെയും ഒരു നോക്ക് കാണാൻ. അത്രത്തോളം സ്നേഹമുണ്ടോ ഞങ്ങളോട്? ഉം. എന്നോടോ കുട്ടികളോടോ ആരോടാണ് കൂടുതൽ? ഞാൻ എന്താ പറയാ, നീ ഉണ്ടായിട്ടല്ലേടി നമുക്ക് മക്കളുണ്ടായത്. നീ കൊടുത്തയച്ച കാസറ്റ് ഞാൻ പല ആവർത്തി കേട്ടു. അന്നെനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. ലീവ് കിട്ടുന്നതുവരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഊണിനും ഉറക്കത്തിലും നിന്റെ ഓർമ്മകൾ എന്നെ വേട്ടയാടി. ഓ, അപ്പൊ അതാ കാര്യം. പിറ്റേന്ന് പുറത്തിറങ്ങിയാൽ അറബി പെണ്ണുങ്ങളെ കാണുമ്പോൾ ഏതൊരാളും കെട്ടുകളെ മറക്കുമെന്നാ പറയുന്നത്. ആയിരിക്കാം, പക്ഷേ എനിക്കതിനാവില്ല. ആർക്കറിയാം? നേരെ എത്രയെന്ന് വിചാരം. ഇനി കിടന്നുറങ്ങാം. കിടന്നുറങ്ങേ, കേൾക്കാനും പറയാനും എന്തൊക്കെ ഉണ്ട്. ഓനെ പോയി ആദ്യം കാണുക. അസീസേ, അസീസേ, ഒന്ന് അവിടെ നിന്ന. അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്തൊക്കെയുണ്ട് പിന്നെ? സുഖം തന്നെ. അസീസിന് ലീവ് എത്രയുണ്ട്? ഇനി മുഴുവൻ കാലം ലീവാ. ഗൾഫുകാരൻ യഥാർത്ഥത്തിൽ ജീവിക്കാൻ വേണ്ടി ജീവിതത്തിൽ നിന്ന് 2 മാസത്തെ ലീവ് എടുത്താണ് വരുന്നത്. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞങ്ങളൊരു പിരിവിനും വേണ്ടി നിന്റെ വീട്ടിലേക്ക് വരാൻ നിന്നാ. ഏതായാലും ഇവിടുന്ന് കണ്ടു നന്നായി. പ്രസിഡന്റ് മാണ്ട മാരിങ്ങോട്ട് പറഞ്ഞു കൊടുക്കിങ്ങള്. ഞമ്മളെ പള്ളിക്ക് വേണ്ടിട്ടാണ്. എന്താ പള്ളി പുതിയതുണ്ടാക്കണ്ടോ? അതല്ലാന്ന്, ഇങ്ങള് ഞമ്മളെ എതിർ പാർട്ടിന്റെ പള്ളി കണ്ടില്ലേ? അതിന്റെ അക മുഴുവൻ മുന്തിയ മാർബിളാ. അതുകൊണ്ട് ഞമ്മളെ പള്ളിയിലെ മൊസൈക്ക് മുഴുവൻ പൊളിച്ചു മാറ്റി അവിടെ മുന്തിയ മാർബിള് പതിക്കണം എന്നാണ് ഞമ്മളെ പള്ളി കമ്മിറ്റിന്റെ തീരുമാനം. നമ്മളായിട്ട് അങ്ങോട്ട് കുറഞ്ഞു കൊടുക്കാൻ പറ്റൂലോ. അതിന് കുറച്ച് പൈസന്റെ ചെലവുണ്ട്. അതിലേക്ക് നമ്മൾ ചെറിയൊരു സംഖ്യ മാത്രല്ലേ ചോദിക്കണുള്ളൂ. ബുക്ക് പ്രസിഡന്റ് കൊണ്ട ബുക്ക്, ഇതാ ബുക്ക്. ഇങ്ങളെന്നെ അങ്ങോട്ട് എഴുതിയാ മതി. നിങ്ങളടുത്തുനിന്ന് ഒരു 10,000 ഉറുപ്പ്യ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 10,000? ആ അല്ല പിന്നെ ഈ ഒന്നുമില്ലൊരു ഗൾഫുകാരനല്ല സിയെ. മറ്റുള്ളവരെന്ന് കണക്ക് നോക്കുമ്പോഴേ അനക്കിഞ്ഞതൊരു കുറച്ചിലാണ്ട. എന്തേ മുസാക്ക? തൽക്കാലം നിങ്ങളൊരു 500 ഉറുപ്പ്യ എഴുതിക്കോളി. 500 ഉറുപ്പ്യേ? നിങ്ങളെ പോലത്തെ ഒരു 500 ഉറുപ്പ്യ എഴുതിയാ പള്ളിപ്പണി ഒന്നും ആവൂല. ഗൾഫുകാർക്ക് അവിടെ കായ്ക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ട്? കാരൊക്കെ പറിക്കണ മാതിരിയല്ലേ പണും അവിടെ പറിക്കണത്. പടച്ചോന്റെ ഭവനത്തിന് എന്തിനാ പത്രാസ്? മാർബിളിന് വേണ്ടി മുടക്കണ ആ പണം കൊണ്ട് ഈ നാട്ടിൽ എത്ര പാവങ്ങൾക്ക് വീട് വെക്കാം, എത്ര പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കാം, എത്ര പെൺകുട്ടികളുടെ നിക്കാഹ് നടത്താം. ഇത്തരം കാര്യങ്ങളൊന്നും എന്തുകൊണ്ടാ പണ്ഡിത സഭ ചർച്ച ചെയ്യാത്തത്? ഓ, അതുകൊണ്ടൊന്നും സംഘടന വളരില്ലല്ലോ അല്ലേ? പിന്നെ ഗൾഫിൽ
കാരക്ക പറിക്കുന്നത് പോലാണ് ഗൾഫുകാരൻ പണം വാരുന്നു നിങ്ങൾ പറഞ്ഞില്ലേ? ഭൂരിഭാഗം ഗൾഫുകാരനും അന്നന്നത്തെ ജീവിതത്തിന് പാടുപെടുന്നവരാണെന്ന് നിങ്ങൾക്കറിയാമോ? കാണുന്ന പിരിവാർക്കൊക്കെ പുഞ്ചിരിയോടെ ഗൾഫുകാരൻ പണം കൊടുക്കുന്നതേ ഇഷ്ടമുണ്ടായിട്ടല്ല, നിങ്ങളുടെയൊക്കെ ഒറ്റപ്പെടുത്തുന്ന രക്ഷപ്പെടാൻ വേണ്ടിയാ. ഗൾഫ് പോയി തിരിച്ചു വരുന്നവരെ കൽബില് കുറച്ചു കാലമായിട്ട് ഇബിലീസ് വല്ലാതെ കളിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ആൾക്കാരെ എങ്ങനാ കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഓന്റെ ഒരു 500 രൂപ വേരീന്ന് ഇങ്ങട്ട്. അല്ലെങ്കിൽ ഓനൊരു പല്ല് കൂടുതലാ. ഞാൻ വിചാരിച്ച പൈസ ഇഷ്ടം പോലെ കിട്ടൂന്ന്. പിന്നെ അസീസിനെ ഞമ്മക്ക് വെറുതെ വിടാൻ പറ്റൂല. ഓൻ പറഞ്ഞൊരു കാര്യണ്ട് മൂസാക്ക. എന്താ? ഇപ്പൊ നമ്മളെ പള്ളിക്ക് ഒരു കുഴപ്പമില്ല. ഈ അനാവശ്യ പിരിവിന് ഞാനില്ല. എന്നാലേ ഞാൻ പോവാ. അസ്സലാമലൈക്കും. എടോ ജബ്ബാറെ, ഇങ്ങോട്ട് വാ. നിനക്ക് കാര്യം മനസ്സിലാവാഞ്ഞിട്ടാണ്. ഇങ്ങോട്ട് വാന്ന്. എന്നാലേ ഞാനും പോവാ. എന്താടോ? പടച്ചവനോട് സമാധാനം പറയാനേ എനിക്ക് വയ്യാഞ്ഞിട്ടാ. ഗഫൂറെ, ഓര് പോയി പണി നോക്കട്ടെ മുസ്തഫ. ഞമ്മക്ക് പോവാ. വരി.